Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അൻആമിലെ 84, 85, 86 മൂന്നായത്തുകൾ ഒരുമിച്ച് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ووهبنا له നാം അദ്ദേഹത്തിന് ദാനമായി നൽകുകയും ചെയ്തു ഇസ്ഹാഖിനെ യാക്കൂബിനെയും കുല്ലൻ ഹദൈന എല്ലാവർക്കും നാം മാർഗദർശനം നൽകി വനൂഹൻ ഹദൈന മിൻ ഖബ്ലു നൂഹ് അലൈഹിസ്സലാമക്ക് നാം മുമ്പ് ഹിദായത്ത് നൽകിയിട്ടുണ്ട് വമിൻ ദുർരിയ്യത്തിഹി അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്നും ദാവൂദ് നബി അലൈഹിസ്സലാമക്കും നാം ഹിദായത്ത് നൽകി വസുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ അലൈഹിമുസ്സലാം ഇവർക്കൊക്കെയും നാം മാർഗദർശനം സന്മാർഗം നൽകിയിട്ടുണ്ട്. വ കദാലിക നജ്സിൽ മുഹ്സിനീൻ സുകൃതികൾക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക. വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ പിന്നെ സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് അലൈഹിമുസ്സലാം ഇവർക്കും നാം ഹിദായത്ത് നൽകി. കുല്ലും മിനസ് സ്വാലിഹീൻ അവരൊക്കെയും സച്ചരിതരിൽ പെട്ടവരായിരുന്നു. വ ഇസ്മാഈല വൽയസഅ വ യൂനുസ വ ലൂത്തൻ ഇസ്മായിൽ, അൽയസഅ, യൂനുസ്, ലൂത്ത് എന്നിവർക്കും നാം ഹിദായത്ത് നൽകി. വ കുല്ലൻ എല്ലാവരെയും ഫദ്ദൽനാ അലൽ ആലമീൻ ലോകരുടെ മേൽ നാം ശ്രേഷ്ഠതയുള്ളവരാക്കി. ഒന്നുകൂടെ അർത്ഥം പറയാം. വവഹബ്നാ ലഹു ഇസ്ഹാഖ നാം അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ നൽകി. വ യാക്കൂബിനെയും അലൈഹിമുസ്സലാം. വ കുല്ലൻ ഹദൈന എല്ലാവർക്കും നാം സന്മാർഗദർശനം നൽകിയിട്ടുണ്ട്, ഹിദായത്ത് നൽകിയിട്ടുണ്ട്. വ നൂഹൻ ഹദൈന മിൻ ഖബ്ലു നൂഹിനെയും ഹദൈന നാം ഹിദായത്തിലാക്കി മിൻ ഖബ്ലു മുമ്പ്. വമിൻ ദുർരിയ്യത്തിഹി അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ദാവൂദ്, സുലൈമാൻ, അയ്യൂബ, യൂസുഫ വ മൂസ വ ഹാറൂൻ ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ അലൈഹിമുസ്സലാം ഇവർക്കൊക്കെയും നാം സന്മാർഗദർശനം നൽകി. വ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇങ്ങനെയാണ് നാം സുകൃതികൾക്ക്, സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നതും. വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് അലൈഹിമുസ്സലാം അവർക്കും നാം സന്മാർഗ ദർശനം നൽകി. കുല്ലും മിനസ് സ്വാലിഹീൻ എല്ലാവരും സച്ചരിതരിൽ പെട്ടവരായിരുന്നു. വ ഇസ്മാഈല വൽയസഅ വ യൂനുസ വ ലൂത്തൻ ഇസ്മായിൽ, അല്യസഅ, യൂനുസ്, ലൂത്ത് എന്നീ നബിമാർക്കും നാം ഹിദായത്ത് നൽകിയിട്ടുണ്ട്.
വകുല്ലൻ എല്ലാവരെയും ഫദ്ദൽനാ അലൽ ആലമീൻ ലോകരുടെ മേൽ നാം ശ്രേഷ്ഠത നൽകുകയും ചെയ്തു, ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചു, ഫദ്ല് നൽകി. 18 നബിമാരുടെ പേരാണ് ഈ 4 സൂക്തങ്ങളിലായിട്ട് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇവിടെ അവസാനം ഇല്യാസ് നബി അലൈഹിസ്സലാം വരെയുള്ള ഇത് ഈ പ്രവാചകന്മാരുടെ കാലഗണന അനുസരിച്ച് ഇങ്ങനെ അങ്ങനെയല്ല പറഞ്ഞിരിക്കണം. ആദ്യത്തെ പ്രവാചകൻ, പിന്നത്തെ പ്രവാചകൻ, പിന്നത്തെ പ്രവാചകൻ, അങ്ങനെയല്ല പറഞ്ഞിരിക്കണം. ആ ഒരു ക്രമമൊന്നും ഇവിടെ ദീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതല്ലെങ്കിൽ നർഫഉ ദറജാത്തിൻ മൻ നശാ എന്ന കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചല്ലോ, നാം ഉദ്ദേശിക്കുന്നവരെ വിവിധ പടികൾ നമ്മൾ ഉയർത്തും. അങ്ങനെ സ്ഥാനത്തിൻ്റെ മഹത്വത്തിൻ്റെ പദവി അനുസരിച്ചുമല്ല, അങ്ങനെയല്ല. ഇത് ക്രമം, പ്രവാചകന്മാരുടെ ക്രമമോ മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ പദവിയുടെ ക്രമം അനുസരിച്ചോ അല്ല അല്ലാഹു തആല ഈ പ്രവാചകന്മാരുടെ 18 പ്രവാചകന്മാരുടെ പേര് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് സൂറത്തുൽ അൻആമിലെ 83 മുതൽക്ക് 86 വരെയുള്ള 4 സൂക്തങ്ങൾ. 25 പ്രവാചകന്മാരുടെ പേരാണ് ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത്. 7 പ്രവാചകന്മാർ വേറെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസ ഈസ പ്രവാചകന്മാരെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അത് വേറെ സ്ഥലങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കൽ നമ്മുടെ ഈമാനിൻ്റെ താല്പര്യമാണ്. വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും ആ ഒരു പ്രവാചകനെ അള്ളാഹ് നിയോഗിച്ചതാണ്. 1,24,000 പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, നബിമാരുണ്ടായിരുന്നു. അതിൽ 313 റസൂലുകൾ, സ്വതന്ത്രമായ ശരീഅത്തുള്ള റസൂലുമാർ, അവർ 313 പേര്. 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൽ 25 പ്രവാചകന്മാരുടെ പേരാണ് ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിരിക്കുന്നത്. 1-2 പേരൊക്കെ ഹദീസുകളിലും വന്നിട്ടുണ്ട് എന്ന് വായനയിൽ കാണുന്നു, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ചെറിയ ചരിത്രങ്ങൾ, ചെറിയ വിധത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്, പുസ്തകമായിട്ട് ലഭ്യമാണ്. തഫ്സീറുകളിലുണ്ട്, മലയാള പരിഭാഷകളിലുണ്ട്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർ എന്ന പേരിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിൽ വളരെ പരിമിതമായ ചരിത്ര വിവരണം, ഒരു പ്രവാചകനെ, അവസാനം വന്നിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് വള്ളി പുള്ളി വിടാതെ നമുക്ക് ലഭ്യമാണ്. വള്ളി പുള്ളി വിടാതെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ പോലും ലഭ്യമാണ്. കാരണം ലോകത്തിൻ്റെ നേതാവാണ് അദ്ദേഹം, ലോകത്തിൻ്റെ മാതൃകയാണ് അദ്ദേഹം. മറ്റ് പ്രവാചകന്മാരുടേതൊന്നും അത്ര വിശദമായി ലഭിച്ചിട്ടില്ലെങ്കിലും ഉലുൽ അസ്മുകളുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇവരുടെ ചരിത്രവും കുറേയൊക്കെ ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റ് പ്രവാചകന്മാരുടെ പലരുടെയും പേര് മാത്രം അല്ലെങ്കിൽ വളരെ ചെറിയൊരു വിധത്തിലുള്ള ഒരു പരാമർശം മാത്രമേ ഖുർആനിലും ഹദീസിലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ തഫ്സീറുകളിൽ, മലയാള പരിഭാഷകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഒറ്റപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹത്തിനെതിരായിരുന്നു. അദ്ദേഹത്തെ അവസാനം അദ്ദേഹത്തിൻ്റെ ഏകദൈവത്വപരമായ നിലപാടുകളും ആ പ്രബോധനവും സഹിക്കവയ്യാതായപ്പോൾ തങ്ങളുടെ പാരമ്പര്യ കാക്കക്കാരണവന്മാരുടെ വഴി ഇബ്രാഹിം ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ പിടികൂടി വിചാരണ ചെയ്യാൻ രാജാവിൻ്റെ അടുത്തെത്തിക്കുകയാണ്. അവസാനം രാജാവും ഇവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ കൊല്ലലല്ല, ചുട്ടു കൊല്ലണം, തീയിലിട്ട് കൊല്ലണം. ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു പ്രവാചകൻ പിൽക്കാലത്ത് എന്തായി? അദ്ദേഹത്തിൻ്റെ മക്കളടക്കം, പേരക്കുട്ടികളടക്കം പ്രവാചകന്മാരുടെ ഒരു പരമ്പര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള, ഇങ്ങനെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന അദ്ദേഹത്തിന് പേര് ലഭിക്കാൻ മാത്രം അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ നിന്ന് സച്ചരിതരായ
പ്രവാചകന്മാരും പ്രബോധകന്മാരും പണ്ഡിതന്മാരും ലോകനായകന്മാരും ഉടലെടുത്തു. നിർഫഉ ദറജാതി മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ നാം വലിയ പദവികൾ ഉയർത്തിക്കൊടുക്കും. ഇത് ഒരു കുടുംബത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ല, പണ്ഡിത കുടുംബമായിരുന്നു എന്നൊക്കെ ചിലവരെ സംബന്ധിച്ച്. പണ്ഡിത കുടുംബം അതൊരു അഭിമാനമാണല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ നാട്ടിനെ സംബന്ധിച്ച് ആൾക്കാർ പറയും അധ്യാപകരുടെ നാടാണത്. നമുക്കൊരു അഭിമാനമല്ലേ അത്? എല്ലാവരും അധ്യാപകരൊന്നുമല്ല, കുറേ അധ്യാപകരുണ്ട്, അൽഹംദുലില്ലാ. ഇങ്ങനെ നമ്മൾ ചില ഡോക്ടർമാരുടെ ഒരു കുടുംബമാണത്. ഒരു അച്ഛനും അമ്മയും മകനും മരോളും അമ്മമാരും അതിലൊക്കെ കുറേ. അപ്പോൾ ഡോക്ടറും ഇതൊരു അഭിമാനമാണ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ, സുബ്ഹാനല്ലാഹ്, നല്ല ദൈവഭക്തരുടെ കുടുംബമാണ്. ആ വാപ്പി മക്കളും നേരത്തിന് പള്ളിക്കുണ്ടാവും. ഇനി പള്ളിക്ക് എപ്പോഴേലും വരാൻ പറ്റുമോ? നിസ്കാരം ഒഴിവാക്കുന്ന പരിപാടിയില്ല. നിസ്കാരം എന്ന് പറഞ്ഞത് വളരെ അത്ഭുതകരമായൊരു സംഗതിയാണല്ലോ. അത് മനുഷ്യനെ അള്ളാഹുമായി അടുപ്പിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം. ഷഹാദത്ത് കലിമ കഴിഞ്ഞ ഈ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിസ്കാരം, ഷഹാദത്ത് കലിമ. അത് പാഴാക്കിയാൽ പാഴായി, ജീവിതം പാഴായി, നരകത്തിൽ, കാലാകാലം നരകത്തിൽ. അപ്പം നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന അച്ഛനും പാപ്പയും മക്കളും, ഉമ്മയും കുടുംബവും, മക്കളും മരുമക്കളും. ഇനി പള്ളിയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ജമാഅത്ത് നമസ്കരിക്കുന്ന, യാത്രയാണെങ്കിൽ എവിടെയാണോ പള്ളി എത്തിയത് അവിടെ എവിടെ ജമാഅത്ത് നടക്കുക അവിടെ കയറി നമസ്കരിക്കുന്ന. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ചിട്ടയാണ് ആ കുട്ടിയാൾക്ക്. അതാ വാപ്പാൻ്റെ ഒരു ഭാഗ്യം, കുട്ടിയാളെയും ഭാഗ്യം. വാപ്പാക്കാണോ? കുട്ടികൾ നിസ്കരിച്ച വാപ്പാക്കാണോ നേട്ടം? വാപ്പാക്ക് ഒരു അഭിമാനമുണ്ട്. അതിൻ്റെ ഫലം പരലോകത്ത് കിട്ടും, അങ്ങനെ തർബിയത്ത് കൊടുത്ത് വളർത്തിയാൽ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഗുണം അനുഭവിക്കാരാ? സ്വയമാണ്. അല്ലെങ്കിൽ എന്നും നരകത്തിൽ കടന്ന് ഈ കരിയുന്ന ദുനിയാവിൽ ഈ സുഖവും സൗകര്യവും നാട്ടുകാരും കുടുംബക്കാരും ഒന്നും ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പര ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തിൽ നിന്ന് ഉടലെടുത്തു എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് വണക്കമുള്ളവരായി ജീവിച്ചാൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അതിന് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യവും നോഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രമാണ്. നോഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രവും പാരമ്പര്യം. അദ്ദേഹം ആരായിരുന്നു? 950 വർഷം അദ്ദേഹം പറഞ്ഞു. അതിൽ മക്കളുണ്ട്. മക്കളോടും പറഞ്ഞു, മക്കളെ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് പ്രയാസം. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞാൻ മലമ്മക്കായിരിക്കോളാം, മലയിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. മകൻ പറഞ്ഞു. അപ്പോൾ അപ്പാൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവസാനം ഒരു തിരമാലയിൽ പെട്ട് അവൻ മുങ്ങി. തിരമാല എന്ന് പറഞ്ഞാൽ കടലിലുള്ള മാതിരിയാണ് വെള്ളം പൊങ്ങിയത്. 2 കിലോമീറ്ററിലധികമാണ് നോഹ് നബിൻ്റെ കാലത്തുള്ള വെള്ളം കൂടുതൽ ഉയർന്നാലാണ് തിരമാല ഉണ്ടാകുക. കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോൾ പുഴയിൽ നമ്മൾ ഓളം വെട്ടുക എന്നാണ് പറയുക, തിരമാലല്ല. അതിൻ്റെ വലിയ രൂപമാണല്ലോ തിരമാല എന്ന് പറയുന്നത്. അതിൽ കിടന്നിട്ട് കയ്യും കാലും ഇട്ട് അടിച്ച് വാപ്പാനെ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഇതാണ്. അപ്പോൾ വാപ്പാക്കും വേണ്ടിയല്ല, സ്വന്തത്തിന് വേണ്ടിയാണ്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത്തരത്തിൽ ദീനിയായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെയും നൂഹ് നബി അലൈഹിസ്സലാം 50 കൊല്ലം ജീവിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ നിന്നാണ് പിന്നെ മനുഷ്യവർഗമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നാം ഉദ്ദേശിക്കുന്നവരെ നമ്മൾ പല പടി ഉയർത്തും. ജീവിതത്തിൽ ദുനിയാവിൽ ജീവിക്കാനൊരു ജോലിയും പട്ടിണിയില്ലാതെ കഴിഞ്ഞു വിചാരിച്ചാൽ എല്ലാം ആവില്ല. അല്ലാഹു തആല എപ്പോൾ പിടികൂടുന്ന് പറയാൻ വയ്യ. ആശുപത്രിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. വരുന്ന രോഗികൾ എത്ര പ്രായമുള്ളവരാണ്, എത്ര വലിപ്പമുള്ളവരാണ്, എത്ര പദവിയുള്ളവരാണ്. നമ്മളിവിടെ തെറാപ്പി സെൻറ്റർ പോയി നോക്കിയാൽ മതി. എത്ര കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ചെറുപ്പക്കാരും അവിടെ കയ്യും കാലും അനക്കാൻ വയ്യാതെ, കയ്യും കാലും തളർന്ന്, ഊരവേദന കൊണ്ട്, കഴുത്ത് വേദന കൊണ്ട്, പെരടി വേദന കൊണ്ട്, കൈ കാൽ തളർന്ന് ചലിക്കാൻ കഴിയാത്ത. അതിൽ വലിയ പ്രായമൊന്നും ആകണ്ടതിന്. അള്ളാഹുവിന് ഒറ്റ രാത്രി കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ചലനശേഷി നഷ്ടപ്പെട്ട് കട്ടിൽ കടത്താൻ കഴിയും. അപ്പോൾ അഹങ്കാരവും അസൂയയും വെറുപ്പും വിദ്വേഷവും അല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ അനുസരണയുള്ള അടിമകളായി രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ, വേദന കൊണ്ട് പരീക്ഷിക്കല്ലേ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ, പട്ടിണി കൊണ്ട് പരീക്ഷിക്കല്ലേ, എന്നും നിൻ്റെ ഇഷ്ടദാസന്മാരിൽ, നിൻ്റെ അടിമകളിൽ, നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന നിൻ്റെ അടിമകളിൽ പെടുത്തണേ എന്ന ബോധം അത് നമുക്കുണ്ടാവണം, നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകണം.
ഭാര്യമാരെയും കുട്ടികളെയും മുന്നിലിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണ ആരെങ്കിലും കൊടുത്തുകാണ്ട് കാര്യം ഉത്തരവാദിത്തം നിർവഹിക്കണം. അല്ലെങ്കിൽ നാളെ അള്ളാഹിനോട് ഇവർ പറയും, എനിക്കെൻ്റെ വാപ്പൊന്നും പറഞ്ഞു തന്നില്ല, എൻ്റെ അമ്മ ഒന്നും പഠിപ്പിച്ചു തന്നില്ല, ഓല് വലിയ ശുചായാളായിട്ട് ഇങ്ങനെ നടന്നിരുന്നു, എനിക്ക് എൻ്റെ ഗൗരവമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥ വരാതിരിക്കണ കൂട്ടത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രവാചകന്മാർ സച്ചരിതരായപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രവാചകന്മാരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് പ്രവാചകന്മാരുടെ കുലപതിയായ പ്രവാചകന്മാരുടെ ഒരുപാട് മതവിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസികളുടെ ആത്മീയ നേതാവും കുലപതിയുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം ഒറ്റപ്പെട്ടവനായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തലമുറ ഈ പറഞ്ഞ പ്രവാചകന്മാർ നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും തലമുറകളിൽപ്പെട്ടവരാണ്. ഉണർത്തിയിട്ട് പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ഉയർത്തി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് ഖുറൈശികൾക്ക് കേൾപ്പിക്കാൻ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടുകാരും കുടുംബക്കാരുമായ ഖുറൈശികൾ ഞങ്ങൾ ഇബ്രാഹീമിൻ്റെ പാരമ്പര്യത്തിലാണ് എന്ന് പറയുകയും വഴിവഴച്ചു പോവുകയും ചെയ്തു. ജൂതന്മാർ ഞങ്ങൾ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലാണെന്ന് പറയുകയും പ്രവാചകന്മാരായി പിൽക്കാലത്ത് വന്നവരെ നിഷേധിക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനതയാണെന്ന് പറയുന്നവർ പിൽക്കാലത്ത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ അടിമയുമാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉയർത്തി തീവ്രത കാണിച്ചു. ഇതൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചുരുക്കമാണ്, ഒന്നുകൂടെ അർത്ഥം പറയാം. വഹബുന ലഹു, നാം അദ്ദേഹത്തിന് നൽകി. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് നൽകി. ഇസ്ഹാഖ് നബിയെ നൽകി. ഇസ്മായിൽ നബിയെ അവിടെ പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ നബിയെ പിന്നെ പറഞ്ഞു. ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകനാണ്. ഇസ്മായിൽ നബിയാണ് ഒന്നാമത്തെ മകൻ. അത് അവസാനത്തിൽ വരുന്നുണ്ട്. ഇസ്ഹാഖ വ യാക്കൂബ്. യാക്കൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമയുടെ മകനാണ്. ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടിയാണ്. യാക്കൂബിനെയും ഇസ്ഹാഖിനെയും അലൈഹിമ അസ്സലാം നാം അദ്ദേഹത്തിന് ദാനമായി നൽകി. വഹബാന ദാനം നൽകിയെന്ന, വഹബ യഹബു ഹിബത്തുന്നൊക്കെ ഇന്നുണ്ടായ വാക്ക. കുല്ലൻ ഹദൈന, എല്ലാവർക്കും നാം സന്മാർഗം നൽകി. ഇതൊരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഈ അല്ലാഹു തആല സന്മാർഗം നൽകി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാം. വനൂഹൻ ഹദൈന മിൻ ഖബലു, വനൂഹൻ, നൂഹിനെയും നാം ഹദൈന, നാം ഹിദായത്ത് നൽകി. മിൻ ഖബില്, മുമ്പ് ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എങ്ങോട്ട് പോകണം, എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്തനുഷ്ഠിക്കണം, എന്തനുഷ്ഠിച്ചുകൂടാ, എന്ത് ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കണം എന്ന വിശദാംശങ്ങൾ, എങ്ങനെ ജനങ്ങളെ നയിക്കണം, ഇങ്ങനെ ഇവരൊക്കെ ജനനായകന്മാർ, പലപ്പോഴും ഭരണാധികാരികൾ വരെ, ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരികളും പ്രവാചകന്മാരുമായി മാറി. കുല്ലൻ ഹദൈന, എല്ലാവർക്കും ഹിദായത്ത് നൽകി. വനൂഹൻ, നൂഹനും നൂഹ് ഹദൈന മിൻ ഖബലു, മുമ്പ് നമ്മൾ ഹിദായത്ത് നൽകി. എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്ത് പ്രബോധനം ചെയ്യണം, എന്ത് പ്രബോധനം ചെയ്തുകൂടാ, ഇങ്ങനെ ജീവിതത്തിൽ മുഴുവനായും ഏത് തരത്തിലാണ് നിങ്ങളുടെ നിലപാടുണ്ടാവേണ്ടത് എന്ന് നമ്മൾ ഹിദായത്ത് നൽകി. വമിൻ ദുരിയത്തിഹി, അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നും. ആരുടെ? ഇബ്രാഹിം നബിയാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നും ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം. നമുക്കറിയാലോ ദാവൂദ് നബി അലൈഹി സ്വലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാമയെയും സുലൈമാൻ നബി അലൈഹി സ്വലാമയും ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം ഏറ്റവും ഉന്നതന്മാരായ രാജാക്കന്മാർ, വലിയ പദവിയും വലിയ ശേഷിയും വലിയ അധികാരവും നൽകപ്പെട്ട രാജാക്കന്മാരാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിൻ്റെ പുത്രൻ സുലൈമാൻ നബി അലൈഹി സ്വലാമയും. പിതാവിൻ്റെ ദാവൂദ് നബി അലൈഹി സ്വലാമയുടെ അലൈഹി സ്വലാമിനേക്കാൾ അധികം അധികാര വൈപുല്യം നൽകപ്പെട്ട പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂന, ഈ പ്രവാചകന്മാർ സുലൈമാൻ, ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ നബി അലൈഹി സ്വലാം, എല്ലാവർക്കും നമ്മൾ ഹിദായത്ത് നൽകി. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് സുഹൃതികൾക്ക് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ മൽ ഇഹ്സാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കുക, ഇബാദത്ത് ചെയ്യുക. അതാണ്. അങ്ങനെയുള്ളവരായിരുന്നു. അങ്ങനെയുള്ള മുഹ്സിനീങ്ങൾക്കും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ പ്രതിഫലം നൽകും, ജസാ നൽകും.
വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ, ഈ പ്രവാചകന്മാരും സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് അലൈഹിമുസ്സലാം എല്ലാ പ്രവാചകന്മാരും ഈ പ്രവാചകന്മാരുടെ തലമുറയിൽപ്പെട്ടവരായിരുന്നു. കുല്ലും മിനസ്വാലിഹീൻ, എല്ലാവരും സാലിഹ്യങ്ങളിൽ സച്ചരിതരിൽപ്പെട്ടവരാണ്. മുഹ്സിൻ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഫലത്തിലെല്ലാം ഒന്ന് തന്നെ. സുഹൃതികളായ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരായിരുന്നു. വ ഇസ്മായില വ അല്യസ വ യൂനുസ വ ലൂത്തൻ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അല്യസ നബി അലൈഹിസ്സലാം, യൂനുസ്, ലൂത്ത് അലൈഹിമസ്സലാം, ഇവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുഹൃതികളായ അടിമകളിൽ, അവൻ്റെ ദൂതന്മാരിൽ, സച്ചരിതൽ മുഹ്സിനീങ്ങളിൽ, സാലിഹ്യങ്ങളിൽപ്പെട്ടവരായിരുന്നു. വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ, എല്ലാവർക്കും നാം ലോകരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഒറ്റപ്പെട്ടവനായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വംശാവലി സച്ചരിതരാൽ പടർന്നു പന്തലിച്ച ഒരു മഹാസമൂഹം. അതേമാതിരി തന്നെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ പിൽക്കാലത്തുണ്ടായിരുന്ന കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ പരമ്പരയും. എല്ലാവർക്കും നമ്മൾ ദുനിയാവിൽ സച്ചരിതരുടെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഫള് നൽകിയ അലൽ ആലമീൻ, ലോകരെക്കാളൊക്കെയും. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം തന്നെ ജീവിക്കുകയും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമെങ്കിലും അള്ളാഹു തആല അവരെ ലോകത്തിൻ്റെ മേൽ ഫള് നൽകി അനുഗ്രഹിക്കും. അതാണ് നർഫഉ ദറജാത്തി മൻ നശാ എന്ന കഴിഞ്ഞ സൂക്തത്തിലും നമ്മൾ പഠിച്ചു. ഞാൻ അവസാനിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ നമ്മളെ കാണുന്നുണ്ട്, പരലോക വിചാരണയുണ്ട്, അവിടെ രക്ഷപ്പെട്ടാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.